ഐസുകുട്ടി താത്ത എൻ്റെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് നീയാണ് ആൺകുട്ടി, നീയാണ് എൻ്റെ പുന്നാരമോൻ എന്ന് പറഞ്ഞു. ഞാനും ഐസുകുട്ടി താത്തയും കരയുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട പ്രതിയെപ്പോലെ അമ്മ എന്നെ അപ്പോഴും നോക്കുകയായിരുന്നു. നമസ്കാരം. KPCCയുടെ നയ രൂപീകരണ സമിതി ചെയർമാൻ, പബ്ലിക് പോളിസി കമ്മിറ്റി ചെയർമാൻ JS അടൂർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അതിലെ പ്രധാന വിഷയത്തിലേക്ക് ഉള്ളൊരു പ്രവേശികയാകും ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരൊക്കെ പണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ പുസ്തകം വായിച്ച് ഓർത്ത് വിതുമ്പി എന്ന് കണ്ടു. പുസ്തകം വായിച്ചത് ഓർത്ത് വിതുമ്പി എന്ന് കണ്ടു. കേരളത്തിൽ എല്ലായിടത്തും കറണ്ട് വന്നു തുടങ്ങിയത് 1980-90കളിലാണ്. 1950-60കളിലും 70കളുടെ ആദ്യവുമൊക്കെ ജനിച്ചവരിൽ ഭൂരിപക്ഷവും മണ്ണെണ്ണ വിളക്ക് വെച്ച് തന്നെയാണ് വായിച്ചത്. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് മണ്ണെണ്ണ വിളക്ക് വെച്ചാണ് പുസ്തകങ്ങൾ വായിച്ചത്. ഏറ്റവും അടുത്ത സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഉച്ചയ്ക്ക് സ്കൂൾ ഉപ്പുമാവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓർത്ത് കരച്ചിലും വിതുമ്പലും സ്വയം സഹതാപവും ഒന്നും തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ വിക്ടിംഹുഡ് പോസ്റ്ററിങ് ഒക്കെ ബോറാണ് എന്നാണ് JS അടൂർ പറയുന്നത്. ഇതെന്താണ് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് എത്തും പിടിയും കിട്ടില്ല. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ തന്നെ എത്തും പിടിയും കിട്ടി. മനോരമ ന്യൂസിൽ ജോണി ലൂക്കോസുമായുള്ള അഭിമുഖത്തിൽ, നേരെ ചൊവ്വേ എന്ന പേരിലുള്ള അഭിമുഖ സംഭാഷണത്തിൽ TN പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് JS അടൂർ വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തെ കാര്യം, TN പ്രതാപൻ്റെ പാർട്ടിയുടെ നയരൂപീകരണ സമിതി ചെയർമാനാണ് JS അടൂർ. അടിത്തട്ടിലുള്ള മനുഷ്യൻ്റെ, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ ഒക്കെ പ്രശ്നങ്ങളെ ആ നിലയിൽ കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണല്ലോ നയരൂപീകരണമൊക്കെ സാധ്യമാക്കുക. പക്ഷേ JS അടൂർ TN പ്രതാപൻ്റെ ഒരു ആ അഭിമുഖത്തിലെ പ്രതികരണത്തെയാണ് പരിഹസിക്കുന്നതും അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, അങ്ങനെ നടക്കേണ്ട, വിക്ടിംഹുഡാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടതും എന്നുള്ളതാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. അത് ഏത് തരത്തിലാണ് വായിക്കപ്പെടേണ്ടത് എന്നുള്ളത് നിർദ്ദേശിക്കാൻ നമ്മളാരുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ TN പ്രതാപൻ പ്രതിനിധീകരിക്കുന്ന ജനസാമാന്യത്തിൻ്റെ അടിത്തട്ടിൽ അവർ പ്രവർത്തിക്കുന്ന, അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ശ്രദ്ധ അർഹിക്കുന്ന, ഭരണകൂടത്തിൻ്റെ പരിഗണന നിരന്തരം ആവശ്യമുള്ള ഒരു ജനവിഭാഗത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ളതാണ്. പ്രതാപൻ അത് രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷെ ഒരാളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ ജീവിതത്തിൽ മറ്റു ഉള്ള ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നത് അത്ര വലിയ തെറ്റല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ദുരുദ്ദേശപരമായി പ്രകടിപ്പിക്കുമ്പോൾ നമുക്കതിനെ പറയാൻ പോലുമുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലും ചെയ്യേണ്ട കാര്യമല്ല. അത് അവർ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന കാര്യങ്ങൾ നിരന്തരം ഓർമ്മിക്കുന്നത് പ്രവർത്തന മികവിലേക്ക് നയിക്കുന്നതിന് സഹായകരമാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ള ആളുകളുടെ, അല്ലെങ്കിൽ അവരിന്ന് പ്രവർത്തിക്കുന്ന മേഖലയിൽ വെച്ചുകൊണ്ട് ഞാനും അതൊക്കെ ചെയ്തതാണ് എന്നുള്ളത് വെച്ച് അങ്ങനെ അനുഭവിച്ച ആളുകളുടെ അങ്ങനെയുള്ള അനുഭവത്തെ കുറച്ച് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. അതിൻ്റെ മറ്റു കാര്യങ്ങൾ കുറച്ച് പറയാനുള്ളത് കൊണ്ട് ആദ്യം എന്താണ് TN പ്രതാപൻ പറഞ്ഞത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ജോണി ലൂക്കോസുമായുള്ള സംഭാഷണത്തിലാണ് TN പ്രതാപൻ അങ്ങനെ പറഞ്ഞത്. TN പ്രതാപൻ അങ്ങനെ പറയുന്നതിന് ചില പശ്ചാത്തല സാഹചര്യം കൂടിയുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ MP-മാരിൽ ഒരാളെ മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. UDF-ലെ 19 മണ്ഡലങ്ങളിലെ MP-മാരിൽ ഒരാൾ LDF-നൊപ്പം പോയി. ബാക്കി ഉള്ള ആളുകളിൽ ആലപ്പുഴ മാത്രമാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. കോട്ടയത്ത് സ്വാഭാവികമായിട്ടും മറ്റൊരാൾ കൊടുത്തു. എന്നാൽ കോൺഗ്രസിൻ്റെ MP-മാരിൽ തന്നെ മത്സരിക്കാൻ യോഗ്യനല്ല എന്നോ അല്ലെങ്കിൽ പകരം ജയിക്കാൻ ചാൻസ് മറ്റൊരാൾക്കാണ് കൂടുതലോ എന്നത് പറഞ്ഞുകൊണ്ട് പരോക്ഷമായി ഒരു അപമാനം നേരിട്ട സാഹചര്യം യഥാർത്ഥത്തിൽ TN പ്രതാപനുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യത്തിനൊന്നും കാര്യമായ പ്രസക്തി ഇല്ല എങ്കിൽ പോലും TN പ്രതാപനെ മാത്രം മാറ്റിയ സാഹചര്യം നിലവിലുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റൊരു MP-ക്കും നേരിട്ടിട്ടില്ലാത്ത വിധം ഒരു മാറ്റി നിർത്തലിന് വിധേയനായ TN പ്രതാപൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ജോണി ലൂക്കോസ് ചോദിക്കുന്നത്. ഒപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. എന്താണ് TN പ്രതാപൻ പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വെളുപ്പിന് 4 മണിക്ക് അച്ഛൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഇറയത്ത് കമിഴ്ന്നു കിടന്ന് ഞാൻ സുന്ദരികളും സുന്ദരന്മാരും വായിക്കുകയാണ്. പിറകിൽ നിന്ന് പെട്ടെന്ന് അച്ഛൻ വിളക്കുതി. എനിക്കന്നുണ്ടായൊരു വേദന, അച്ഛനോടുള്ള ഒരു അനിഷ്ടവും പറയാൻ കഴിയാത്ത വിധമായിരുന്നു. ആ പുസ്തകം അന്ന് എനിക്ക് ലൈബ്രറിയിൽ കൊടുക്കേണ്ടതാണ്. ഞാൻ ആ പുസ്തകം തിരിച്ചു കൊടുത്തു. മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാവിലെ അമ്മ തന്ന കഞ്ഞി കുടിക്കാതെ ഞാൻ സ്കൂളിലേക്ക് പോയി. പോകുമ്പോൾ അമ്മ കഞ്ഞി കുടിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ചെയ്ത കാര്യം പറഞ്ഞു. ഞാൻ ഇറങ്ങി. അമ്മ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വിളക്കൂതിയതിൻ്റെ കാര്യം അറിയാമോ?
ആ ചിമ്മിണി വിളക്ക് അങ്ങനെ വെളുക്കുവോളം കത്തിയാൽ ചിമ്മിണി തീരും. ഇന്ന് കത്തിക്കാൻ മണ്ണെണ്ണയില്ല, ഇരുട്ടിലാകും. അതുകൊണ്ടാണ് നീ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, വിളക്ക് കത്തിച്ച് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഊതിയത് എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ആണ് അച്ഛൻ വിളക്കൂതിയത്. എനിക്കത് കേട്ട് തൃപ്തിയായില്ല. ഞാൻ സ്കൂളിൽ പോയി. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അച്ഛൻ നിൽക്കുന്നു. അമ്മ കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നു. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ സങ്കടപ്പെടുകയാണ്. അച്ഛൻ എന്താണ് പറഞ്ഞത് എന്ന് ടി.എൻ. പ്രതാപൻ മുഴുമിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ട് ജോണി ലൂക്കോസ് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ആ അഭിമുഖത്തിൽ ചെയ്തത്. ഒരു പക്ഷേ സ്വാഭാവികമായി അത് ആത്മാർത്ഥമായി കേട്ടു നിന്ന ആളുകൾക്ക് പോലും സങ്കടം രൂപപ്പെടുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഈ ജെ.എസ്. അടൂരിനെ പോലുള്ള നിരവധി ആളുകൾ ഈ കാര്യത്തിൽ കോൺഗ്രസിലെ തന്നെ പ്രതിനിധികൾ പറയുന്നുണ്ട്. നമുക്ക് ചില മുതിർന്ന നേതാക്കൾ മാത്രം ട്രെയിനിൽ ഇരിക്കുമ്പോഴും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോഴും മാത്രം അതിൽ ആർദ്രമായ ഭാവം കണ്ടെത്തുക എന്നുള്ള പ്രത്യേകമായൊരു തരത്തിലുള്ള സഹജീവികളുടെ സമീപനമാണുള്ളത്. അതിനുവേണ്ടി നമ്മൾ പേജുകളോളം ഫീച്ചർ എഴുതുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരു മനുഷ്യൻ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുള്ള മറ്റൊരാൾ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതിനെ പരിഹാസത്തോടു കൂടി കാണുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒരാളല്ല, അദ്ദേഹത്തിൻ്റെ ജെ.എസ്. അടൂരിൻ്റെ പോസ്റ്റിൻ്റെ കമൻറ്റിൽ പോയാൽ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ പോലും അതിനെ പരിഹാസത്തോടെ കാണുന്നത് കാണാം, അല്ലെങ്കിൽ വിമർശനാത്മകമായി സമീപിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യുന്നത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഒരു മനുഷ്യൻ അങ്ങനെ പറയുന്നത് മറ്റൊരു തരത്തിലുമുള്ള സാഹചര്യം, വോട്ട് നേടാനൊന്നും ഇനി പ്രസക്തിയില്ല, ഈ തെരഞ്ഞെടുപ്പിനൊന്നുമില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ട് നേടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയേക്കാം എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെ സംശയത്തോടെയോ പരിഹാസത്തോടെയോ കാണേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓർമ്മകളുടെ സ്നേഹതീരം എന്നൊരു പുസ്തകം ടി.എൻ. പ്രതാപൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് അഭിമുഖം കണ്ടപ്പോൾ ഇതാണ് ഓർമ്മ വന്നത്. ഓർമ്മകളുടെ സ്നേഹതീരത്തിൽ പ്രതാപൻ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ബാല്യകാലം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾ പുസ്തകം എഴുതുമ്പോൾ ചില ആൾ എഴുതിയത് മാത്രം വിശ്വസിക്കാം, മറ്റുള്ളവർ എഴുതിയത് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് ചരിത്രത്തെ അവനിർമ്മിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പുനഃസൃഷ്ടിക്കുകയോ ചെയ്യുകയല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ ഇത്ര വൃത്തിയായി പറയാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്ക് കഴിയും? അത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, തള്ളിക്കളയാം എന്നുള്ളതല്ലാതെ അതിൻ്റെ വാല്യൂ കുറച്ച് കാണുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിലെ ചില കഥകൾ നിരവധിയുണ്ട്. അതിലൊരു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായും അവസാനമായും കപ്പ മോഷ്ടിച്ച ഒരു കഥ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബം അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ നിരന്തരം നമുക്ക് കാണാൻ പോലും കഴിയാത്ത വിധം, ഓർക്കാൻ പോലും കഴിയാത്ത വിധം എല്ലാ വർഷവും നിരന്തരം കടൽ തീരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സങ്കീർണമാണ്. നിരന്തരമായ കടലാക്രമണത്തിനും വീടൊഴിയലിനും ഒക്കെ ഒന്നോ രണ്ടോ തവണയല്ല, നമ്മളെപ്പോഴെങ്കിലും ഒരു പ്രളയം വരുമ്പോഴാണല്ലോ വീടൊഴിയുന്നത്. ഇത് നിരന്തരമായി ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു മത്സ്യത്തൊഴിലാളി സമൂഹമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആ ജീവിത സാഹചര്യം പറയുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ നിരന്തരമായ ബുദ്ധിമുട്ടുകളുടെ സാഹചര്യം. അത് ടി.എൻ. പ്രതാപൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വടക്കേപ്പറമ്പിലെ ഐസുക്കുട്ടി താത്തയുടെ വളപ്പിലെ കപ്പ മോഷ്ടിച്ച ഒരു കഥ പറയുന്നുണ്ട്. ഓർമ്മകളുടെ സ്നേഹതീരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വിശന്ന് വലഞ്ഞ വീട്ടിലെ ആളുകളുടെ അവസ്ഥ കൂടി കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്. വടക്കേപ്പറമ്പിൽ ഐസുക്കുട്ടി താത്തയുടെയും കുഞ്ഞു മുഹമ്മദിക്കാൻ്റെയും പറമ്പ് മഴച്ചാറ്റലിനിടെ മിന്നുന്ന കൊള്ളിയാനിൽ ഞാൻ കണ്ടു. കപ്പത്തണ്ട് ഉയർന്നു പൊങ്ങി നിൽക്കുന്നു. ഞാൻ പറമ്പിലേക്ക് കയറി 3 കപ്പ മൂടോടെ പറിച്ചെടുത്തു. കുതിർന്ന മണ്ണ് കുടഞ്ഞിടുമ്പോൾ ചാറ്റൽ മഴയ്ക്ക് ശക്തി കൂടിക്കൂടി വരുന്നു. മഴത്തുള്ളികൾ എൻ്റെ ചെവികൾക്ക് മുകളിൽ വീണ് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പോലെ കുറ്റബോധം എന്നെ തളർത്തിയെങ്കിലും വിശപ്പിൻ്റെ 6-7 വയറുകളാണ് കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് വീട്ടിൽ. മഴയേക്കാൾ ശക്തമായി ഞാൻ കരഞ്ഞു തുടങ്ങിയ സമയം. ഏറെ നേരം എടുത്തില്ല, വീട്ടിലേക്ക് തിരിച്ചെത്തി. കയ്യിൽ കപ്പയുമുണ്ട്. ആകെ നനഞ്ഞ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് കപ്പ നീട്ടി. എവിടുന്നാ ഇത്? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ അച്ഛനെ ഒന്ന് നോക്കി. എന്നെ ശാസിക്കാൻ എന്നോണം അച്ഛൻ അപ്പോഴും മിണ്ടാതെ മുഖം കുനിച്ച് ഇരുന്നതേയുള്ളൂ. ഞാൻ കപ്പയുമായി അകത്തേക്ക് കയറി. പാത്രങ്ങളെടുത്ത് കപ്പ തൊലി കളഞ്ഞ് ചെത്തിയിടാൻ തുടങ്ങി. ഇടയ്ക്കിടെ അമ്മയും സഹോദരങ്ങളും എത്തി എന്നെ കുറ്റവിചാരണ നടത്തുന്നതുപോലെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ കപ്പ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ചൂടാക്കി. ഉണക്കമീൻ കണ്ടെത്തി മുളകുപൊടിയുമിട്ട് തിളപ്പിച്ചു. കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മുളകും ഉപ്പും ഇടിച്ച് കപ്പയിൽ ചേർത്ത് വിളമ്പാൻ തുടങ്ങി. ഉണക്കമീൻ കറിയായി എടുത്തു വച്ചു. എല്ലാവർക്കുമായി ഞാൻ വിളമ്പി. അമ്മ അപ്പോഴേക്കും അടുത്തു വന്നു. എല്ലാവരെയും വിളിച്ച് അകത്ത് ഓരോ സ്ഥലത്തായി ഇരുന്നു. എല്ലാവരും കപ്പയും ഉണക്കമീൻ കറിയും കഴിച്ചു. പക്ഷേ അമ്മ മാത്രം ഒന്നും കഴിച്ചില്ല. മിണ്ടാതെ ഒരു മൂലയിൽ അതേ ഇരിപ്പ് തുടർന്നു. വിശപ്പടങ്ങിയപ്പോൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായി വീണ് കിടന്നുറങ്ങി. ഞാൻ പക്ഷേ ഉറങ്ങിയില്ല. അമ്മയും ഉറങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല.
എങ്ങനെയെങ്കിലും രാത്രി ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ഉറങ്ങാതെ കിടന്നു. വെളിച്ചമാവാൻ കാത്തിരിക്കുകയാണ്. നേരം പുലർന്നു. ഞാൻ എഴുന്നേറ്റ് ഓടി. വടക്കേപ്പറമ്പിൽ ഐസുക്കുട്ടി താത്തയുടെ വീട്ടിലേക്കായിരുന്നു ആ ഓട്ടം. അവിടെ എത്തി നിന്നു. താത്ത, ഐസുക്കുട്ടി താത്ത. ഞാൻ ഉമ്മറത്തേക്ക് കയറി നിന്ന് വിളിച്ചു. പലരും ഉണരുന്നതേ ഉള്ളൂ. അടുക്കളയിൽ നിന്നും ഐസുക്കുട്ടി താത്തയുടെ ശബ്ദം. ഇതെന്താണ് കാലത്ത് തന്നെ? ഐസുക്കുട്ടി താത്തയുടെ കയ്യിൽ മുഖമമർത്തി ഞാൻ കരഞ്ഞ് മാപ്പ് പറയാൻ തുടങ്ങി. എന്താണ് കാര്യം? നീ പറ. ഐസുക്കുട്ടി താത്ത ഒന്നും മനസ്സിലാകാതെ നിന്നു. ഇടറിയ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം. കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. ഉടനെ എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച ഐസുക്കുട്ടി താത്ത മുറ്റത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ഐസുക്കുട്ടി താത്തയുടെ കൈയും പിടിച്ച് ഞാനും നടന്നു. വീട്ടിലേക്കെത്തി. ഐസുക്കുട്ടി താത്ത അമ്മയെ വിളിച്ചു. അച്ഛനും മറ്റെല്ലാവരും ഉമ്മറത്തെത്തി. ഞാൻ കുറ്റക്കാരനെ പോലെ എന്നാൽ മുഖമുയർത്തി നിന്നു. നീ എന്തേ ഇന്നലെ കപ്പ കഴിക്കാഞ്ഞത്? ഐസുക്കുട്ടി താത്ത അമ്മയോട് ചോദിച്ചു. അമ്മ പറയുന്നതിന് പകരം കരയുകയാണ് ചെയ്തത്. ഐസുക്കുട്ടി താത്ത അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇവിടെ ഒന്നുമില്ലെങ്കിൽ എന്നോടൊരു വാക്ക് പറയണ്ടേ? നിങ്ങൾ വിശന്ന് നിൽക്കുക, ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കുക. ഇത് ശരിയാണോ? എന്നോടൊരു വാക്ക് പറയണ്ടേ എൻ്റെ കാളിക്കുട്ടിയെടുത്തി എന്ന് പറഞ്ഞു. ഐസുക്കുട്ടി താത്ത എൻ്റെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ച്, നീയാണ് ആൺകുട്ടി, നീയാണ് എൻ്റെ പുന്നാരമോൻ എന്ന് പറഞ്ഞു. ഞാനും ഐസുക്കുട്ടി താത്തയും കരയുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട പ്രതിയെപ്പോലെ അമ്മ എന്നെ അപ്പോഴും നോക്കുകയായിരുന്നു. ഓൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഓൻ ചെയ്തതാ ശരി. രാവിലെ വന്ന് എന്നോടെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ നിങ്ങളോട് വന്ന് 2 കാര്യം പറയാനാണ് എനിക്ക് തോന്നിയത്. ആ പറമ്പിലെ കപ്പ എടുക്കാൻ നിങ്ങൾക്കൊരാളുടെയും അനുവാദം വേണ്ട. ഐസുക്കുട്ടി താത്തയുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. എന്നെ വീണ്ടും ചേർത്ത് പിടിച്ച് തലയിൽ തലോടി ഐസുക്കുട്ടി താത്ത അവിടെ നിന്നും ഇറങ്ങി. ഞാൻ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതായിരുന്നു കപ്പ പറിച്ചെടുത്ത മോഷണം. പിന്നീട് പല കാലങ്ങളിലും ഏറെ വിശപ്പ് സഹിച്ചിട്ടുണ്ട്. പണം അത്യാവശ്യമായി വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും മോഷ്ടിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അർഹതയില്ലാത്ത ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് ടി.എൻ. പ്രതാപൻ ഓർമ്മകളുടെ സ്നേഹതീരം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരു ദിവസത്തെ അനുഭവത്തെ അടയാളപ്പെടുത്തുന്നത്. കടൽ കനിഞ്ഞാൽ വയറു നിറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ജീവിതങ്ങളുടെ കഥ ഒരുപക്ഷെ ഇപ്പോൾ അത്രയധികം ദുരിതപൂർണ്ണമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും ഒരു കാലത്ത് കടന്നു വന്ന ജീവിതത്തിൻ്റെ അനുഭവം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ഓർമ്മകളുടെ സ്നേഹതീരം എന്ന ഈ പുസ്തകത്തിൽ. ഒരുപക്ഷെ ജോണി ലൂക്കോസിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കഥ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അത് പോലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ബാക്കിയുള്ള കഥകളിൽ ഒന്നായിരിക്കും. അത്രമാത്രം കഥകൾ ഒരു തീരദേശ ജീവിതത്തിൽ പറയാനുണ്ടാകും. ഇന്ന് ടി.എൻ. പ്രതാപൻ MP ആണ്. അദ്ദേഹം രാഷ്ട്രീയമായി ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നു. അതുകൊണ്ട് പഴയ കഥകൾ പറയാതിരിക്കുക, പഴയതൊക്കെ അങ്ങ് കുഴിച്ചു മൂടുക, അങ്ങനെയുള്ള സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ ജീവിക്കുക എന്നുള്ളത് ഒരു എളുപ്പ വഴിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുസ്തകത്തിലോ അഭിമുഖത്തിലോ ഒക്കെ പറയുന്ന സമയത്ത് ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ആളുകൾക്ക്. അതുകൊണ്ട് JS അടൂരിനെയും മറ്റനേകരെയും പോലെ ടി.എൻ. പ്രതാപനെ ആ മട്ടിൽ കാണുന്ന കാഴ്ചയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.